ഇവിടെ നിന്നിട്ട് കിട്ടാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് സൺഡേ ആണ്. അപ്പോൾ ഇന്ന് ഞാനും പിള്ളേരൊക്കെ കൂടിയിട്ട് മീൻ പിടിക്കാൻ പോകാം. അപ്പോൾ ഇത് മൈദയാണ് വേണ്ടത്, ഗോതമ്പാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ മീനെ കിട്ടുകയാണെങ്കിൽ ഇടാനായിട്ടൊരു പാത്രം, പിന്നെ കുളത്ത് കാണിച്ചു കൊടുക്കാം. ചെറിയ കുളത്താണ്, വലിയ ചെറുതല്ല, എന്നൊരു ബിലോ ആവറേജ്. അവിടെ അടുത്ത് തന്നെയാണ് താണിക്കുളം പുഴയിൽ. നമുക്ക് പോവാം. ഇതിൽ നമ്മൾ മുങ്ങിക്കിടക്കാൻ ഒരു ഈയത്തിൻ്റെ ബബിൾ ഇട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ ജസ്റ്റ് അമർത്തി വെച്ചിട്ടുള്ളൂ. ഇങ്ങനെ പല്ലുകൊണ്ട് ഇങ്ങനെ കടിച്ചാൽ മതി. എന്നിട്ട് ഇതിങ്ങനെ താത്തിടാം, പരമാവധി താന്നിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ പലരും പല രീതിയിലാണ് ഇടുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെറിയൊരു ഉണ്ടെടുത്തിട്ട് ആ ഹുക്ക് മുഴുവൻ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒളിഞ്ഞിരിക്കണ മാതിരി ഇട്ടിട്ടുള്ള ഇട്ട് നോക്കാം, കിട്ടുമെന്നറിയില്ല. കാരണം അത്ര ചെറിയ ചൂണ്ടല്ല അത്. നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇത് അധികം മേലേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ നമ്മുടെ എന്താ പറയുക പള്ളത്തികളൊക്കെ സെക്കൻഡുകൾക്കുള്ളിൽ തിന്ന് തീർക്കും. അപ്പോൾ നമ്മൾ താത്തിടണം. പോയി അടുത്ത് ആ പാത്രം കൂടെ കൊണ്ടെന്ന് വെച്ചാൽ ഹായ് ഗൈസ്, ഒരെണ്ണം കിട്ടി നമുക്ക്. അത് കറക്റ്റ് ഹുക്കായില്ല, അത് കാരണം അങ്ങനെ വിട്ടു പോകുന്നു. ഓക്കെ, നമ്മുടെ പാത്രത്തിലിടാം. വെള്ളം എടുക്കട്ടെ. ഇട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് രണ്ടാമത്തെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിവിടെ ഇങ്ങനെ കറക്റ്റ് ഹുക്കാണ്, ഇവിടെയാണ് ഹുക്ക് ചെയ്തിട്ടുള്ളത്. ഇത് പോവില്ല. നമുക്കത് രണ്ടെണ്ണമായി. യെസ്, സമയം ഇപ്പോൾ ഏകദേശം ഒരു 5:30 ഉണ്ടാവും കേട്ടോ. ഒരു 5-6 വട്ടമൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരെണ്ണം കിട്ടുക. പിന്നെ ചിലതൊക്കെ ഇങ്ങനെ പൂരിപ്പോവും കേട്ടോ. ഇങ്ങനെ ഒരു ഷേപ്പാക്കിയിട്ട് നമ്മളങ്ങോട്ട് നീക്കിയിടാം. നീക്കിയിട്ടിട്ട് ആ ഒഴുക്കിനെ പതുക്കെ അങ്ങനെ പോവും. ചെറിയ കൊത്തലുകൾ നമുക്ക് ഫീൽ ചെയ്യും. നമുക്ക് ഒരു വലിയിൽ 2 കിട്ടി. ഇത് എന്ത് മീനാ? പൂമീനാന്ന് തോന്നണോ? എത്ര വലിയ മീനെ കിട്ടുന്ന കേട്ടോ. ഇത് ചെറുത് നമുക്ക് വിടാം അല്ലേ? അതിന് വെള്ളത്തിട്ടോ, പാവം. ഇത് വളരെ ചെറുതാണ്, അപ്പം നമ്മളതിന് വിടാണ്. ഇങ്ങോട്ട് കൊണ്ടുപോവാ. ഇത് പൂമീനാന്ന് തോന്നുന്നു. ഏകദേശം ഒരു 6 ഇഞ്ച് ഉണ്ട് കേട്ടോ. പൂമീനാന്ന് തോന്നുന്നു, പൂമീൻ. പിടിച്ചു നോക്ക്, തൊട്ട് നോക്ക്. ഇവിടെ ഇതിന്റെ ഉള്ളിട്ടുണ്ട്, കാണിച്ചു കൊടുക്ക. ഇതിലിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പൊ നമുക്കൊരു 3 എണ്ണമായി. ഇത് മൂടി വെക്കണം, അല്ലെങ്കിൽ ചിലപ്പോ ഇപ്പൊ 4th ആണ് കേട്ടോ. നല്ല ഹുക്കാണ്. ഇത് ഇങ്ങനെയാണ് പിടിച്ചത് കേട്ടോ. നമ്മൾ കൊണ്ടുവന്ന പാത്രം ചെറുതായി പോയി. ഇത് നമ്മുടെ കരിപ്പിടി എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു സാധനമാണ്. അതിൻ്റെ ഒരു ചെറുത് കേട്ടോ. നമുക്കൊരു 3 ടൈപ്പ് കിട്ടിയിട്ടുണ്ട്. മൂന്നാമതും നമുക്കൊരു ചെറിയൊരു മീനെ കിട്ടിയിട്ടുണ്ട്. അപ്പം അതിനെ നമുക്ക് തിരിച്ചു വിടാം. ഇസബെല്ല് അതിനെ എടുത്ത് കൊണ്ടുപോയിടുന്നുണ്ട്. ചെറിയ മീനെ പിടിക്കാൻ പോലും ഭയങ്കര പേടിയുള്ള ആളായിരുന്നു കേട്ടോ. പേടിയൊക്കെ പോയി. അതിന് ഈ പാലം ചെറിയ പാലാണ്, ഓട്ടോറിക്ഷ മാത്രമേ പോവുള്ളൂ. കുണ്ടുവാറ എന്ന് പറയുന്ന സ്ഥലത്താണത്. ഈ വഴി അങ്ങോട്ടൊക്കെ പോകാമെന്നറിയോ പിന്നെ നമുക്ക്? അത് നമ്മുടെ ചെറൂർക്ക് പോകാൻ പറ്റും. ചെറൂർക്ക് പോവാം. അതുപോലെ നമ്മുടെ ഈ ക്ഷേത്രം ഉണ്ടല്ലോ, നമ്മുടെ എന്താണ്
ക്ഷേത്രമുണ്ട് കുറ്റൂര്. ആ നല്ല കുത്തുണ്ട് കേട്ടോ. കേട്ടോ ഇങ്ങനത്തെ ചെറിയ മീനുകൾ കാണിച്ചു കൊടുത്തേ. ആണോ ചെറിയ മീനുകൾ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ കാരി തിന്നു പോകും നമ്മുടെ ഉണ്ടേന്നത്. അപ്പം നമുക്ക് കിട്ടില്ല. വലിച്ചാൽ ചിലപ്പോൾ അവർ പുറത്തേക്ക് ഇങ്ങനെ ചാടി വരും. ഉറക്ക വലിച്ചു കഴിഞ്ഞാൽ ചെറിയ മീനല്ലേ നമ്മൾ എടുക്കില്ല. ഇവിടെ ശരിക്കും പറഞ്ഞാലേ ഒരു കല്ലിൻ്റെ ഒരു കെട്ടാണ്, ഗുഹ പോലത്തെ ഒരു സ്ഥലമാണ്. ഒരു പാറയുടെ മേലെ നമ്മൾ ഇരിക്കുന്നത്. ഇവിടെ ഏകദേശം ഒരു ഇവിടുന്ന് ഒരു 5 അടി അല്ലെങ്കിൽ ഒരു 4 അടി താഴ്ചയുണ്ടാവും. അപ്പം ആ പാറയുടെ സൈഡിൽ കുറേ മീനുകളുണ്ടാവും. അത് നോക്കുക, കാറ് റിവേഴ്സ് എടുക്കണം കേട്ടോ. ഭയങ്കര എന്താ പറയുക, വെയിറ്റ് കൂടിയ വണ്ടി എടുക്കുന്നതല്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ട് കാറ് ഇത് ഇവിടെ എടുക്കണം കാണുന്നത്. ഓ എൻ്റെ അമ്മേ, ഓട്ടോറിക്ഷയ്ക്ക് പോകാനുള്ള ജസ്റ്റ് ഗ്യാപ്പുള്ളൂ. എൻ്റെ അമ്മേ, ഇൻഡിക്ക പോയി. അമ്മേ ഇത് കൊള്ളാലോ അല്ലേ. ഒരടിയും കൂടി വീതി ഉണ്ടെങ്കിൽ കാറുകൾക്കൊക്കെ സുഖമായി പോവാം. പിടിച്ചോന്നുണ്ട് കേട്ടോ. ഉണ്ടാണ്ട നമ്മൾ സെക്കൻഡുകൾക്കുള്ളിൽ ഇത് കാരി ഇത് തീർക്കും അവര്. അത് പിടിച്ചതാർന്നു. എനിക്ക് തോന്നുന്നു അത് വിട്ടുപോകുന്നു. എൻ്റെ വലിയുടെ ഈണം വലിക്കെല്ലാം സ്പീഡ് കൂടിയിട്ടാണ്. കുത്തുണ്ട് കേട്ടോ. ഒരെണ്ണം കൂടി പിടിച്ചിട്ടേ നമുക്ക് തരാം. കാത്തു നീ വെറുതെ കളയല്ലേട്ട എൻ്റെ തീറ്റ. തുറക്ക്, തട്ടിടരുത്, കുറച്ച് തുറന്നാൽ മതി. നമ്മള് വീട്ടില് പോവാണ്. അപ്പൊ ഞങ്ങള് ചെറിയൊരു പ്രാങ്ക് കൂടെ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഇങ്ങനെ പറയും, നിങ്ങൾക്ക് 6 മീനെ കിട്ടിയെങ്കിൽ ഇങ്ങനെ അഭിനയം പോലെ പറയും. അഭിനയിച്ച് നമ്മൾ ഉണ്ടാക്കി പറയുന്നത് പറയാം. അങ്ങനെ വിചാരിക്കും ഒരു അഭിനയിച്ചിട്ട് ഒന്നും കിട്ടിയിട്ടില്ല. നമ്മൾ അത് തുറക്കുമ്പോ 6 മീൻ ഉണ്ടാവും. ഒരു വലിയ പാത്രം കൊണ്ടുപോവാ. 6 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഇത് ചെറുതായി പോയി അല്ലേ, കുഴപ്പമില്ല, അത് മതി. ഇടാൻ പോവാണ് കേട്ടോ. ചത്തുപോയോ എല്ലാം? നമ്മളിത് വൃത്തിയാക്കണം കേട്ടോ. ഇത് കാണാൻ ബുദ്ധിമുട്ടുള്ളതായിരിക്കും. അപ്പോൾ അത് ബുദ്ധിമുട്ടുള്ളവർ സ്കിപ്പ് ചെയ്യാം. എന്നാൽ നമുക്ക് കൊല്ലാണ്ട് നമുക്ക് നന്നാക്കാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മൾ ഇത് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുമ്പോൾ ഓരോ വറക്കാനായിട്ട് വരകളിടാം. മതിയാവും. കുറച്ച് വിനാഗിരി, മുളക് പൊടി, നമ്മൾ ഉപ്പും മുളക് പൊടി ഇട്ടു. നമ്മൾ വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്.
നമ്മൾ മാർക്കറ്റിൽ നിന്ന് പറഞ്ഞ ടെസ്റ്റ് മീൻ്റെ പോലെയാണോ? നല്ല ടേസ്റ്റ് ഉണ്ട്. മീൻ്റെ മുട്ടയാണ്. അരളി. അടിപൊളി. ഇത് കഴിച്ചോക്ക്. ഇത് സോഫ്റ്റാ. പക്ഷേ പൊതിൻ്റെ ഇതിൻ്റെ ടേസ്റ്റ് അല്ലേ മാംസം? സോഫ്റ്റാ. വേണോ റാണി വേണോ നിനക്ക്? ഉള്ളത് പറഞ്ഞാൽ മതി. അറിഞ്ഞോ? കറക്റ്റ് ഉപ്പും മുളകും ഓഫാക്കട്ടെ. എല്ലാ സാധനങ്ങളും കറക്റ്റ് ചെയ്യും. അടിപൊളി അത് കറക്റ്റായി എരിഞ്ഞിട്ട് ഓടി നോക്കി.